150-ലേറെ വർഷത്തെ ചരിത്രമുള്ള മലബാറിലെ ആദ്യ നഗരസഭകളിലൊന്നായ തലശ്ശേരി നഗരസഭയുടെ ആധുനിക സജ്ജീകരണമുള്ള പുതിയ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങി. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് തലശ്ശേരി നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 വർഷം മുൻപ് 2019 ജൂലൈ 16 അന്നത്തെ സംസ്ഥാന നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. ഇന്നത്തെ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ആയിരുന്നു അന്നത്തെ ചടങ്ങിലെ അധ്യക്ഷൻ. MG റോഡിൽ നിലവിലുള്ള കെട്ടിടത്തോട് ചേർന്നാണ് 7.5 കോടി ചിലവിൽ 3 നില കെട്ടിട നിർമ്മാണം പൂർത്തിയായത്. നിലവിലെ ഓഫീസുകൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ ഇപ്പോൾ നഗരസഭാ ഓഫീസായി പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം പൈതൃക മ്യൂസിയമായി മാറ്റി സംരക്ഷിച്ച് സൗന്ദര്യവൽക്കരിക്കും. പൂർത്തിയായ പുതിയ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ റവന്യൂ വകുപ്പ് ഓഫീസും സന്ദർശക മുറിയും പ്രവർത്തിക്കും. 1-ാം നിലയിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ ഓഫീസ് മുറികളും അനുബന്ധ ഓഫീസുകളുമാണ് പ്രവർത്തിക്കുക. 2-ാം നിലയിൽ 75 പേർക്ക് ഇരിക്കാവുന്ന കൌൺസിൽ ഹാളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നിലവിൽ 52 കൌൺസിലർമാരാണ് നഗരസഭയിലുള്ളത്. ഭാവിയിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടാവുന്നത് കണക്കിലെടുത്ത് 75 പേർക്കുള്ള സൗകര്യം കൌൺസിൽ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. 1866 നവംബർ 1 നിലവിൽ വന്ന തലശ്ശേരി നഗരസഭയ്ക്ക് 158 വയസ്സ് പിന്നിട്ടു. ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു പിറവി. 1886 നിലവിൽ വന്നതാണ് തലശ്ശേരി നഗരസഭ. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരസഭകളിൽ ഒന്ന് തന്നെയാണ് തലശ്ശേരി നഗരസഭ. സമുദ്ര സ്പർശമേറ്റ് കിടക്കുന്ന മണൽത്തരികൾക്ക് പോലും ചരിത്രകഥകൾ പറയാനുള്ള നാടാണ് തലശ്ശേരി. കൊളോണിയൻ ആധുനികത വളർന്നു വന്ന കേരളത്തിലെ ആദ്യത്തെ പ്രദേശങ്ങളിൽ ഒന്നാണ് തലശ്ശേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രത്തിൽ അറിയപ്പെടുന്ന കാര്യം കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. ഇതാണ് ഇവിടെ ആദ്യം ആരംഭിച്ചിട്ടുള്ളത്. പ്രഭാതപൂരിതമായ ഭൂതകാലം പോലെ തന്നെ പ്രതീക്ഷാ നിർഭരമായ ഒരു ഭാവി കാലത്തിനും തലശ്ശേരിക്ക് അവകാശമുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാനപത്രം, ആദ്യ ചെറുകഥ, ആദ്യ നോവല്, ആദ്യ നിഘണ്ടു ഇതൊക്കെ പിറന്നു വീണത് ഇവിടെയാണ്. വൈവിധ്യവും ഭാവനാപൂർണവും ജനകീയ പങ്കാളിത്തത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് തലശ്ശേരി നഗരസഭ നടത്തുന്നത്. മുൻ ഭരണസമിതി തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. പുതിയ ഓഫീസ് കെട്ടിടം പണി പൂർത്തീകരിച്ചു. മാലിന്യ സംസ്കരണത്തിൽ കണ്ടിക്കൽ ബെയിലിംഗ് മെഷീൻ ഉൾപ്പെടെ MCF സ്ഥാപിച്ചു. ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തനം നല്ല നിലയിൽ നടക്കുന്നുണ്ട്. 2 ജനകീയ ഹോട്ടലുകൾ തലശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്നു. സ്റ്റേഡിയത്തിന് സമീപം 2ാമത്തെ ടേക്ക് ബ്രേക്ക് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ കുട്ടിമാക്കൂരിലും മാടപ്പീടികയിലും 2 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ നമ്മൾ ഈ സമയത്ത് ഈ കൗൺസിലിൻ്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് പുറമെ ചാലിൽ PHC, കൊളശ്ശേരി നഗരാരോഗ്യ കേന്ദ്രം, കോടിയേരി PHC, ആയുർവേദ ആശുപത്രി, പൂവളപ്പ് തെരുവ് ഹോമിയോ ഡിസ്പെൻസറി, കോടിയേരി ഹോമിയോ ഡിസ്പെൻസറി എന്നിവിടങ്ങളിലും ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള മരുന്നുകൾ ഒരുക്കുന്നതിനും നഗരസഭ ശ്രദ്ധ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് കോടിയേരി PHC കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുന്ന പ്രവൃത്തി അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ലൈഫിൽ 86 വീടുകൾ നിർമ്മിച്ചു. 120 വീടുകളിലാണ് ആകെയുള്ളത്, നിർമ്മാണ ഘട്ടത്തിലാണ്. ആകെ 320 വീടുകൾ പൂർത്തീകരിച്ചു. ലൈഫ് ഫ്ലാറ്റിന് വേണ്ടി കൊളശ്ശേരിയിൽ 50 സെൻറ്റ് സ്ഥലം ഏറ്റെടുത്തു. 4.25 കോടിക്ക് MG റോഡ് നവീകരണം പൂർത്തീകരിച്ചു. MG റോഡിൻ്റെ സൗന്ദര്യവൽക്കരണം എന്നത് ULCC ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ നഗരത്തിലെ കുടിവെള്ള ലഘൂകരിക്കുന്നതിന് വേണ്ടി, കുടിവെള്ളത്തിന് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ആ ഒരു ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിന് വേണ്ടി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം വലിയൊരു നഗരസഭയുടെ മുഴുവൻ വാർഡുകളിൽ ഉൾപ്പെടുന്ന രീതിയിൽ അത് പൂർത്തീകരിച്ചു വരികയാണ്. മഞ്ഞോടിയിൽ 4.5 കോടി രൂപയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. ജനറൽ ആശുപത്രിക്ക് കണ്ടിക്കലിൽ 2.5 ഏക്കർ സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. അതുപോലെ ഉക്കണ്ടൻ പീടികയിൽ 6 ഫ്ലാറ്റുകൾ കൂടി SC വിഭാഗത്തിന് വേണ്ടി ഉദ്ഘാടനം ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ, വൈസ് ചെയർമാൻ MP ജയരാജൻ, C സോമൻ, C ഗോപാലൻ, TC അബ്ദുൽ കിലാബ്, ഷബാന ഷാനവാസ്, TK സാഹിറ, N രേഷ്മ, COT ഷബീർ, ബംഗ്ല ഷംസു, സുരാജ് ചിറക്കര, K ലിജേഷ്, AK സക്കരിയ, K സുരേഷ്, ഒതയോത്ത് രമേശൻ, TP ഷാനവാസ്, അഡ്വക്കേറ്റ് രത്നാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു.